തൃശൂർ നെടുമ്പാളിൽ വീടിനുള്ളിൽ കിടപ്പ് രോഗിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയം. സഹോദരി ഭർത്താവാണ് കൊല ചെയ്തതെന്ന് സഹോദരി തന്നെ പോലീസിന് മൊഴി നൽകി. നെടുമ്പാൾ വഞ്ചിക്കടവ് റോഡിൽ കാരിക്കുറ്റി വീട്ടിൽ 45-കാരൻ സന്തോഷാണ് കഴിഞ്ഞയാഴ്ച മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കിടപ്പ് രോഗിയായ സന്തോഷിനെ സഹോദരി ഭർത്താവായി സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് സന്തോഷിന്റെ സഹോദരിയുടെ മൊഴി. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് ഏറെ നാളായി തളർന്നുകിടപ്പായിരുന്നു. സന്തോഷിനൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരി ഷീബയും ഭർത്താവുമാണ് മരണവിവരം സമീപവാസികളെ അറിയിച്ചത്. മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങിയപ്പോൾ ഷീബയും ഭർത്താവും അത് വിലക്കി. എന്നാൽ വിലക്ക് വകവയ്ക്കാതെ പോലീസിൽ അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന വിഷം കുടിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റ്യന് കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഷീബ കൊലപാതക വിവരം പറഞ്ഞത്. കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും സഹോദരിക്കും കുടുംബത്തിനും താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കൊലപാതകത്തിന് കാരണമായെന്ന് കരുതുന്നു. സെബാസ്റ്റ്യൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണെന്നും ഇയാളുടെ പേരിൽ പുതുക്കാട്, ഒല്ലൂർ, കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും സംഭവത്തിൽ വിശദാന്വേഷണം നടക്കുന്നതായും പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.